വി ഗോട്ട് ദിസ് ബിഫോർ GTA 6. ആ ഒരു സംഭവമാണ് ഇപ്പോൾ എല്ലായിടത്തും. അത് GTA 6 എല്ലാവരും ആന്റിസിപ്പേറ്റ് ചെയ്യണം. അത്രയും വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ട്. നമ്മളൊരു GTA 5 GTA 4 കളിച്ച ഒരാൾക്ക് ഈ ഒരു GTA 6 ട്രെയിലർ കാണുന്ന വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് അല്ലേ? അതെ, അത് വലിയൊരു കാര്യമാണ്. കാരണം ഈ GTA 5 പറയുമ്പോൾ അതിൽ മറ്റേ നമ്മുടെ മൈക്കിള് അതുപോലത്തെ ഓരോ ക്യാരക്ടേഴ്സ് അത്രയ്ക്കും അതായത് ഓരോ ക്യാരക്ടർ ഓരോ രീതിയിൽ. അതായത് ഇപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിൻ കളിക്കുക. ഇത് GTA 5 ഇഷ്ടപ്പെടാൻ ഏറ്റവും മെയിൻ റീസൺ അതാ. ഫ്രാങ്ക്ലിൻ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ GTA സാൻഡ്രീസിലത്തെ നമ്മളെ CJ ഓർമ്മ വരും, കാൾ ജോൺസൺ ഓർമ്മ വരും. അതേപോലെ തന്നെ മൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് വൈസിറ്റിയിലത്തെ എങ്ങനെ വരുന്നത്, ജിമ്മിയോ ടോമി ടോമിയുടെ ഓർമ്മ വരും. അതേപോലെ തന്നെ ഈ ട്രെവർ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ നിക് ബെല്ലിങ്ങിന് ഓർമ്മ വരും, മറ്റേ GTA 4. അങ്ങനെ മൂന്നാളും, അല്ലെങ്കിൽ ആ ട്രെവർ എന്ന് പറയുമ്പോൾ ഒരു ക്രൂവലായിട്ടുള്ള ഒരു സംഭവം. അവരൊക്കെ ഈ ക്യാരക്ടേഴ്സിന് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഈ GTA 6 അങ്ങ് കണ്ടപ്പോ എന്താ സംഭവം, ഞങ്ങൾ ഇതില് ഒരു കൂട്ടത്തെ നമ്മൾ ഇതാക്കി പറയല, ഫെമിനിസം കൊണ്ടുവന്ന് ആ ഒരു ഫീൽ എനിക്ക് തോന്നി കേട്ടോ. അതായത് മെയിൽ പ്രൊട്ടാഗനിസ്റ്റും അതേപോലെ തന്നെ ഫീമെയിൽ പ്രൊട്ടാഗനിസ്റ്റും ഉണ്ട്. അത് ആദ്യമായിട്ടൊരു GTA ഗെയിമിൽ വരുന്നത്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒരു ഫീമെയിൽ പ്രൊട്ടാഗനിസ്റ്റ് തോക്കേറ്റ് വന്നിട്ട് ഇതാക്കണ്, അല്ലെങ്കിൽ അത് GTA എന്താ അതിൻ്റെ റെലവൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം GTA എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ റെഡ് റിഡംഷനിൽ എനിക്ക് ഓർമ്മയുണ്ട്. റെഡ് റിഡംഷനിൽ പറഞ്ഞാൽ അതിൽ ഞാൻ പറയണില്ല, എന്താണെന്ന് വെച്ചാൽ അത്രക്കും ഫെമിനിസ്റ്റിന് എതിരായിരുന്നു അതിൽ, മെയിൽ ഷോവിനിസം ഒക്കെ. കാരണം അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന്റെ ഗെയിമായിട്ട് ഇറങ്ങിയതാന്ന് നമുക്കറിയില്ല. റെഡ് റിഡംഷൻ പറഞ്ഞ പണ്ടത്തെ ഒരു കൗബോയിന്റെ ഗെയിമാണ്. അതിലത്തെ വെടിവെക്കണ രീതിയായാലും ഫയറിംഗ് രീതി ഇവ ശരിയാലും അതെ എന്റെ തലയിലാണ്. അത് അത്രയ്ക്കും സൂപ്പറാണ്. അതിലത്തെ ഓരോ ക്യാരക്ടർ, മറ്റേ അർദർ മോർഗൻ ആണ് അതിലത്തെ ഒരു മെയിൻ ക്യാരക്ടർ ആയിട്ട് വരുന്നത്. മറ്റൊരു കുതിരപ്പുറത്ത് പോകുന്ന ഗെയിമല്ലേ? സീനാണ് സംഭവം. ഈ GTA 5 ഇവരിപ്പോ GTA 6 ഇപ്പൊ വന്ന ലീക്കുകളൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ ഏകദേശം കൺഫേംഡ് ആണ്. അതായത് GTA 5 മാപ്പിനെക്കാട്ടും ഡബിൾ ആവും, അല്ലെങ്കിൽ അത്രയും വലിപ്പമുള്ളൊരു മാപ്പാവും GTA 6 എന്ന് പറഞ്ഞു. GTA 5 മാപ്പിനെ എത്ര ആൾക്കാർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്? നമ്മളെ GTA 5 കളിച്ച ആൾക്കാരല്ലേ. നമ്മുടെ കൂട്ടുകാരൻ പുള്ളി ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ എക്സ്പ്ലോറിങ് പല സംഭവങ്ങളും, മറ്റേ മൗണ്ട് ചില്ലിയാട്, അതിന് മുകളിലെ പ്രേതം. എൻജോയ്മെന്റ് കണ്ടെത്തുന്നതാണ്. പക്ഷെ എന്നാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യ ഇഷ്ടംപോലെ സംഭവങ്ങൾ അതിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ സംഭവങ്ങൾ, അത്രയും വാസ്റ്റായുള്ള മാപ്പാണ്. അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ അത്രയും വലിയ മാപ്പാവും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഇത്രയും വലിയൊരു മാപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് വേണം. GTA 5 ഒരു ദമ്മ പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ആ കഥ ഓർമ്മയുണ്ട്. GTA 5 കഥ, ഓരോ ക്യാരക്ടർ നമ്മുടെ മനസ്സിലുണ്ട്. സാൻഡ്രീസ് കളിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ആ ബിഗ് സ്മോക്ക് ആണെങ്കിലും റൈഡർ ആണെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ മനസ്സിലുണ്ട്. അതാണ് ഒരു ഗെയിം തരുന്നത്. അല്ലാണ്ട് ആ ഫസ്റ്റ് ഇറങ്ങുന്ന റിലീസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും GTA 5 നല്ല പൈസ ഉണ്ടാകും. ഇപ്പോൾ ബിലാൽ എന്നൊക്കെ പറഞ്ഞാൽ, ബിലാൽ ഇറങ്ങുന്ന പോലെ, Big B 2 ഇറങ്ങുന്ന പോലെ ഇറങ്ങുമ്പോൾ എന്തായാലും പണം ഹിറ്റാവും ഉറപ്പാണ്. പക്ഷെ അത് നമുക്കൊരു സംഭവം തരും, ഒരു ഔട്ട്പുട്ട് തരണ്ടേ. ഒരു ഗെയിം പോലെ കളിച്ചിരിക്കുക, ആ ഒരു ഇതേ ഉള്ളൂ. ഫെമിനിസം കൊടുന്ന് ഇപ്പം ഇത്രയും നമ്മൾ മനസ്സിലാക്കിയതാണ് ഫെമിനിസം കൊണ്ടുവന്നത്. പക്ഷേ റോക്ക് സ്റ്റാറിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് റെഡ് ഡെഡംഷനിലുള്ള പോലെ തന്നെ ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ ഫെമിനിസം ആവാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ പടം ഇറങ്ങി അല്ല ഗെയിം ഇറങ്ങി ചിലപ്പോൾ വേറെ രീതിയിലാവും എടുക്കുക. പിന്നെ അതേപോലെ തന്നെ വൈസിറ്റി, നമ്മൾ പണ്ട് കളിച്ചിരുന്ന വൈസിറ്റിയുടെ ആ ഒരു മാപ്പ്, ആ ഒരു സംഭവം ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു നൊസ്റ്റാൾജിക് എലമെൻ്റാണ്. നമുക്ക് നോക്കാം, ഏതായാലും ഇറങ്ങുമ്പോൾ അറിയാലോ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ്. ഇപ്പോൾ GTA സാൻഡ്രീസ് ഞാനൊക്കെ പണ്ട് കളിച്ചിരുന്നു പറഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു PC ഉണ്ടായിരുന്നു. ആ PC നമ്മൾ പെൻഡ്രൈവിൽ കുത്തിയിട്ട് ആദ്യം നമ്മൾ കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ പെൻഡ്രൈവിൽ കുത്തും, ചെക്കന്മാരത്ത് ഉണ്ടാവും സംഭവം. പെൻഡ്രൈവിൽ കണക്ട് ചെയ്യും, സംഭവം ഗെയിമാണെന്ന് പറയാം. അപ്പോൾ ഒരു ഐക്കൺ എടുത്ത് സെൻഡ് ചെയ്യും. ഓരോ ഐക്കൺ എടുത്തിട്ട് ഇങ്ങനെ കോപ്പി ചെയ്യും. ഇത് വേണം, ഇത് എടുക്കണം. അങ്ങനെ ഫ്രൂട്ട്സ് ഇടുന്ന പോലെ എല്ലാത്തിൻ്റെ ഐക്കൺ മാത്രം എടുത്തിടും. അപ്പോൾ നമ്മൾ എന്നിട്ട് ഷോർട്ട് കട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പറയാം വർക്ക് ചെയ്യണം നോക്കി, അവിടെ പ്ലേ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമല്ലോ, കാരണം ഗെയിം ആണില്ല, അതിൻ്റെ ഷോർട്ട് കട്ടല്ലത്. അവിടെ അവൻ്റെ ലാപ്ടോപ്പ് PC വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളിരിക്കുമ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പം പറയാം എൻ്റെ കമ്പ്യൂട്ടർ കേടാ പറയും. അങ്ങനെ കുറേ വർഷം അങ്ങനെ നിന്നിട്ടുണ്ട്. ഇത് കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായത് ഇത് അങ്ങനല്ല കോപ്പി ചെയ്യേണ്ടത്, ഇതിൻ്റെ ഫയൽ മൊത്തത്തിൽ കോപ്പി ചെയ്യണമെന്ന് മനസ്സിലായത് കുറേ കാലത്തിൻ്റെ ശേഷം. എന്നിട്ട് അപ്പോഴാണ് GTA സാൻഡ്രീസ് കളിക്കുന്നത്. പക്ഷെ അന്ന് കളിക്കുമ്പോൾ പറഞ്ഞാൽ 500 MB റാമാണ്. അന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ് GTA സാൻഡ്രീസ് കളിക്കുക പറയുമ്പോൾ. പക്ഷെ എന്നാലും ഒരു വൈബ് ഇരുന്നതാണ്. പക്ഷെ ഇന്നിപ്പോൾ GTA സാൻഡ്രീസ് കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു വൈബ് കിട്ടണമെന്നില്ല. ശരിയാ.